To begin today's video, I'll take you on a tour of an unprecedented mackerel fishing trip by fishermen in the Western Arabian Sea. Indian mackerel, this fish is smaller but accounts for a very large catch and frequently appears in daily meals. Scientific name, Rastrellium canagoda, characteristics, its body is more rounded than the striped mackerel, with an average size of about 20 to 35 centimeters. It has yellow stripes running along its back. Habits: lives in large schools in shallow coastal waters rich in plankton. ഏറ്റവും വലിയ ചാകരേണ്ടത് വല നിറച്ച് മീനാണ്. ആൾക്കാരെല്ലാവരും ചാടിക്കൊണ്ടിരിക്കേണ്ട വല പെയ്യാണ്. ആവേശ് നോക്കടാ കൊമ്പ കൃത്യസമയത്ത് സാധനം ഓർക്കിരുന്നേട്ടാ. മീനായിട്ട് ചൂണ്ടിടക്കും അതുമായി ഇത് മൊത്തം കിട്ടും. ക്യാമറ അതിൻ്റെ അടിയൊക്കെ ഫുള്ള് കിട്ടും. ഇതൊക്കെയാണ് മക്കളെ ചാകര കണ്ടതേ. അല്ല അതിന് മൊത്തം ചാകര മീൻ ഇങ്ങനെ പൊട്ടി നിൽക്കണ കാഴ്ചയാണ് ഇത് കണ്ടത്. മൊത്തം മീനാണ്. ഇത്രയും മീൻ നോക്കി വലക്കുള്ളി കിടന്ന് പോകുന്ന കാഴ്ച അടിപൊളി കാഴ്ച. ഇത് കയറേണ്ട നമ്മുടെ റിങ്ങും കാര്യങ്ങളൊക്കെ കയറാൻ പോവാണ്. റിങ്ങെല്ലാം കയറേണ്ട ബീച്ചിൽ കൂടി. ഇനി മീനൊന്നും പുറത്തോട്ട് പോകില്ല. ഇതും കൂടി കയറി കഴിഞ്ഞാൽ മീൻ നമ്മുടെ വലക്കുള്ളിലായിരിക്കുള്ളൂ. എന്താ മക്കളെ മീൻ പെയ്യാണ് കേട്ടോ വലയേക്കണത്. അതെ ആവേശത്തിന് വല പിടിച്ചോണ്ടിരിക്കുകയാണ്. സാങ്ങൊക്കെ തിരിയാണ്. സാങ്ക വല പിടിച്ചു തരാണ്. അപ്പൊ ഒരു അടിപൊളി കാഴ്ച മീൻ ഇത് അവസാനം പറഞ്ഞ കാണുന്നത് അയിലേം കാര്യങ്ങൾ കിടപ്പുണ്ട്. ഈ അയില ഇത് കാണുന്നത് ഇത് നോക്കി ഞാൻ സൂം ചെയ്ത് കാണിച്ചത് ഇതേ പെയ്യാണ്. ദൈവമേ കാഴ്ചയാണ്. ഇത് നോക്കി മൊത്തമായിട്ട് വലയിൽ കിടന്നത് മീനാണ് ഈ പെയ്യണത്. ഇത് വലിയ മൊത്തമായിട്ട് ചൂരിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു പ്രളയം തന്നെ ഉണ്ടാവും. പൊട്ടപ്പൊട്ടാന്നുള്ള മീനിന്റെ ഓട്ടോ ചാട്ടോ ഒരു അടിപൊളി കാഴ്ചയാണ്. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാട്ടാ. വല കയറി വരട്ടാ. അതും കൂടി കയറ്റാട്ടാ. വല പിടിച്ചേരുന്ന കാഴ്ചയാണ്. പെയ്യണ്ട ഇല്ലണ്ട ഓടിക്കളിക്കുന്ന കാഴ്ചയാട്ടാ. വല കയറാണ്. ഞാൻ ആര്യക്കാരേട്ടന്മാർ രണ്ടുപേരാണ് കേട്ടാ. ആവേശത്തിൽ പിടിക്കാണ്. അവിടെ നിന്ന് വള്ളത്തിന് ചെറുതാ ചാടിയും കറി കയറാൻ വേണ്ടി വരണ്ട. നീന്തിയാ നോക്കിയേ. ഓഹോ നരൻ, ഓഹോ ഞാനൊരു നരൻ. ഉണ്ണിച്ചനാണ് ആദ്യട്ടാ. ബാക്കി രണ്ടൊരു പുറകിലാണ്. ഓ നരൻ, ഓ നരൻ. നമ്മുടെ ആര്യക്കാരനാണ് തൊപ്പി വെച്ചോണ്ട് കാണൂല. അതിൽ ഓർഡർ നോക്കി പെയ്ത് കളിക്കണം. ദേ ഓർഡർ കണ്ട. ദേ ഓർഡർ നോക്കി എത്രത്തോളം പേരാണ് ഓർഡർ നോക്കണ്ട. ഫുള്ള് നിറച്ച് മീനാട്ടാ. ദേ ഓർഡർ എന്റെ മുന്നേറ്റ് വിളിക്കാൻ ഓർഡർ ചുരുങ്ങിയപ്പം മീൻ്റെ ഓട്ടം കൂടിയിട്ടാ. ഇത് നോക്കിയേ വലയിൽ കിടന്ന് ഓർഡർ നോക്കിയേ. വലിയ അതിൽ ഓർഡണ്ട കണ്ട ഓർഡർ ഓട്ടം കണ്ട. ഉള്ളപ്പോ നമ്മ മുറി വെച്ചെടുക്കുന്നേ. പുള്ളി മുറിക്കണ പോലെ വള്ളത്തിൽ മുറി വെച്ചെടുക്കണം. രണ്ട് കഷ്ണം നോക്കിയേക്കാണ്. ഒരു കഷ്ണം അപ്പുറം ഒരു കഷ്ണം ഇപ്പുറം. ഈ ഒരു കഷ്ണം നമ്മൾ ആദ്യം കയറ്റാൻ വേണ്ടി പോണേട്ടാ.
അതാണ് മുറി വെച്ചെടുക്കുന്ന കാഴ്ച ഉണ്ട്. ഇത് മുറിയാണ്, ഇതൊരു മുറി അതൊരു മുറി കണ്ട. അതിൽ നിറച്ച് മീനുണ്ട്, ഇതിൽ കുറച്ചും കൂടി ഉണ്ട്. 2 മുറി വെച്ചേക്കാണ്. മുറി വെച്ച് മീൻ എടുക്കുന്ന കാഴ്ച കണ്ട. പല 2ആയിട്ട് കഷ്ണിച്ചേക്കാണ് കണ്ട. ഇവിടെ നിങ്ങൾ മുറിച്ചെടുത്തേക്കാണ് 2 മുറിയാക്കി. ഇനി ഈ മുറിയാണ് ആദ്യം നമ്മൾ എടുക്കാൻ. ഇതിനകത്ത് മീൻ ആദ്യം എടുക്കും, അതൊരു അകത്ത് എടുക്കും. കാരണം 2 കൂടി ഒരുമിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല, പല ഹെവി ലോഡായി പോകും. അപ്പം ആദ്യത്തെ എടുക്കേണ്ട ഈ ഭാഗമാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. ഒരു മുറി ആദ്യം മുറിയാണ് ഇപ്പൊ ചെയ്യുന്നത്. പ്രസാദം പൊളിച്ചിറക്കി മക്കളെ. നമ്മുടെ ഷാനുക്ക മീൻ കോരട്ടാ. കുത്തി കോരാണ്, എവിടെ കുത്തിയാലും മീനാണ്. തുറപ്പല്ല. അങ്ങനെ 3 കളി കയറി, നാലാമത്തെ കളിയായിരുന്നു. അതെ 1 2 3 4 5 6 2 കളി അടുപ്പിച്ചിട്ടാ. ബാധിക്കും അടിക്കണം, ബാധിക്കടിക്കണം 2 കളി കേട്ടാ. 6 കളി എടുക്കണം. അവിടെ വലവളത്തിൽ എടുക്കണുണ്ട്, സോറിക്കടാ. വലവളത്തിൽ നമ്മുടെ പെട്ടിയിൽ എടുക്കുന്നുണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇത് തീർക്കണം കേട്ടാ. ലോഡാക്കിയേട്ടാ. 2 4 6 കളി നമ്മൾ ഇതിനകത്ത് ശ്രീകൃഷ്ണപ്രസാദിന്റെ കരിയറിലെടുത്ത്. ഇനി ഒരു മുറി മുറിക്കാനുണ്ട്, ഇവരെ മീനുണ്ട്. വെട്ടി ഒരെണ്ണം നിറഞ്ഞ് അടുത്ത വീട്ടിൽ എടുത്തോണ്ടിരിക്കണം മീൻ. അതെ 6 കള്ളി 2 പെട്ടി. ഇനി അടുത്ത കയറി വേഗം
മൂന്ന് പെട്ടിയെടുത്ത് നമ്മള് ചവിട്ടി ഇറങ്ങണ വീഞ്ചിലോട്ടൊക്കെ എടുത്തേട്ട മീൻ അങ്ങനെ നാല് പെട്ടി കയറ്റി ഇവിടെ കയറ്റി ഇത്രയും സ്ഥലത്തൊക്കെ എടുത്തിട്ടുണ്ടാവും മീൻ വീണ്ടും പൊട്ടിച്ചിട്ടാ വീടാണ് അതെ ഈ ഒരു കള്ളിയെടുത്ത് ആ 4 കള്ളിയെടുത്ത് നമ്മുടെ ചെറുവള്ളം പറഞ്ഞു വിട്ട് ദേ ഓടിപ്പോണത് അങ്ങ് ദൂരെ കണ്ട ദേ ഓടിപ്പോണേ ഇത് വാഗച്ചാർത്ത് തോന്നുന്നുണ്ട് നമ്മുടെ കൂട്ടവെള്ളം നില വാഗച്ചാർത്ത് നമ്മുടെ കടവിലെ വെള്ളമാണ് വാഗച്ചാർത്ത് അവർക്ക് നമ്മൾ മീൻ മറിച്ചു കൊടുക്കോട്ടാ ബാക്കിയുള്ള മുറിയിലുള്ള മീൻ നമുക്ക് കാണിച്ചു തരാട്ടാ ഇത് വല പിടിച്ചിട്ട് ബാക്കിയുള്ള മീനൊക്കെ കൊമ്പം നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പൊ അതൊരു വെയിറ്റ് ചെയ്യട്ടാ നമ്മുടെ ആദ്യത്തെ മുറിയുടെ ബാക്കിയുള്ള വല പിടിച്ചു കയറ്റാണ് ഇത് രണ്ടാമത്തെ മുറി ഇപ്പൊ തന്നെ എടുക്കോട്ടാ സമയത്തെ കറി വെക്കാൻ വേണ്ടി അയിലെടുത്തിട്ടുണ്ട് കേട്ടാ ഇവിടെ കണ്ണൻ ചേട്ടനാണ് അയിലക്കറി വെക്കാൻ വേണ്ടി പോണേട്ടാ തക്കാളിയും കാര്യങ്ങളും പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഓക്കെ സവാളയും കാര്യങ്ങളും വയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വല അവസരം പിടിച്ചോണ്ടിരിക്കണ്ട രണ്ടാമത്തെ മുറി കയറുന്നൊരു കാഴ്ച കാണിച്ചത് ഇതിൽ കൂടുതൽ മീൻ നമുക്ക് ആദ്യം കിട്ടിയ മീനേക്കാൾ കൂടുതൽ മീനുണ്ട് രണ്ടാമത്തെ മുറിയിൽ അപ്പൊ അതെടുക്കാൻ വേണ്ടി വാഗച്ചാർത്ത് വെള്ളം വന്നിട്ടുണ്ട് നമ്മുടെ ആരോപണം ആ വള്ളത്തിലാണ്ട വാഗച്ചാർത്തിലാണ് പോണത് ഉണ്ണിച്ചേട്ടന്റെ അനിയൻ വാഗച്ചാർത്തിലാണ് വെള്ളം വന്നിക്കലണ്ടാ നമ്മുടെ വല കയറി വരുമ്പോ ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടോ വീഡിയോ അവസാനം വരെ കണ്ടോട്ടോ ഇനിയുള്ള അടിപൊളി കാഴ്ച ചാടിക്കണ്ടാ ദേവന് ആരോപണം ഈ വെള്ളത്തിലുണ്ടായിരുന്നാണ് അപ്പൊ അതിനകത്തോട്ട് വാഗച്ചാർത്തിലോട്ട് മാറി അതിന് ചേന ഷെയറുള്ള വെള്ളമാണ് ഇപ്പൊ ആള് ചാരിനെ ദേവന് വേണ്ടാ ആരോപണം മതി ഓഹോ നാരൻ ഓഹോ ഞാനൊരു നാരൻ എടാ അത് വെള്ളൂത്തി കണ്ടാ വാഗച്ചാത്ത് ദേ ആരോപണം കിടക്കണം മരത്ത് മീൻ ഓരോ ഓട്ടം നോക്കിയേ രണ്ടാമത്തെ മുറിയിലും കടാ നമുക്ക് ആദ്യത്തെ മുറി കാണാൻ പറ്റാത്ത കാഴ്ച കണ്ടാ രണ്ടാമത്തെ മുറി കാണാ ഓടണ് രണ്ടാമത്തെ മുറിയിൽ മീൻ ഓടി നിൽക്കേണ്ട ആദ്യത്തെ മുറിയിൽ സാങ്ങ നമുക്ക് ഓട്ടം കാണാൻ പറ്റില്ല സാങ്ങയുടെ വേഗം വേഗം വല പിടിച്ചോണ്ടിരിക്കേണ്ട സ്പീഡ് പിടിക്കണടാ ഇങ്ങനെ നിങ്ങളൊരു കാഴ്ചയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത്രയും മീൻ എടുത്തിട്ട് വേറൊരു വള്ളന്റെ വന്നേക്കണം അതിന് മറിച്ചു കൊടുക്കുന്ന കാഴ്ച വേണ്ട നമ്മ മീൻ ഓടാണ് കട്ടിക്ക് എടുത്തേക്കാണ് നമ്മുടെ കരിയർ വെള്ളം നമുക്ക് അതിലോട്ട് വിട്ട് വാഗച്ചാർത്തിൽ നമ്മ മീൻ കൊടുക്കുന്ന കാഴ്ച വേണ്ട മറിക്കേണ്ട മീൻ മറിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് മീൻ മറിച്ചു കൊടുക്കേണ്ട മീനെ മറിച്ചു കൊടുക്കേണ്ട അവരവരോട് മീൻ മറിഞ്ഞ് കയറണ്ട കയറണേ കണ്ട
മീൻ മറിച്ചു കൊടുക്കണ ചേട്ടാ. അങ്ങനെ മീൻ മറിച്ചവർക്ക് കൊടുത്ത് അവരുടെ വലയിലായിട്ടാ ഫുള്ള് മീൻ കണ്ടത്. ഓർഡർ മീൻ നമ്മൾ മീൻ കൊടുത്ത് അല്ല അവർ വല നിറച്ച് മീൻ എടുത്തിട്ടുണ്ട്. ഇതേ ലെവലിൽ തന്നെ അവർക്ക് മീൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ചുകൂടി നമുക്കല്ല ഇനി ഇതിനകത്തോട് രണ്ടാമത്തെ മുറിനകത്തോട് കയറ്റാൻ വേണ്ടി പോയിട്ട് ഈ സമയം നമുക്ക് ഇനി മീൻ കയറ്റാനുണ്ട്. മീൻ എടുത്ത് കഴിഞ്ഞിട്ടില്ല. മീൻ അവിടെ ഉണ്ട്. കറി റെഡിയാക്കിയിട്ടുണ്ട്. അടിപൊളി ചാറ് കുമ്പുളിയൊക്കെ നോക്കിയാ കൊട്ടമ്പുളിയൊക്കെ ഇട്ട് മുളകുപൊടി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത മീൻ ചാറ് റെഡിയാക്കി. ഇപ്പൊ നമ്മൊരു മണം അങ്ങനെ വന്നിട്ടാ പിന്നെ അതിന് കൂടി ചെന്ന് തിളപ്പിക്കാൻ വേണ്ടി പോവാണ്. തിളക്കട്ടെ. രണ്ടാമത്തെ മുറി എടുക്കുകയാണ്. രണ്ടാമത്തെ മുറിയില് പാതിമുക്കാൽ നമ്മൾ വാഗച്ചാറത്തിൽ വലിയ വളം കൊടുത്ത് ഇത് നമ്മുടെ വളത്തിലോട്ട് ബാക്കി എടുക്കേണ്ട. അതെ വീണ്ടും കയറ്റി നിറയ്ക്കണ ലോഡാക്കേണ്ട. ലോഡാക്കണ കാഴ്ചയാണ്. ലോഡാക്കിക്കൊണ്ടിരിക്കേണ്ട. വോട്ടർ തൂക്കിക്കിടക്കേണ്ട. ലോഡാക്കിയിട്ടുണ്ട്. ഇവിടേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞിട്ടില്ല. അവരുടെ അവരുടെ വഞ്ചിലോട്ട് കൊടുക്കേണ്ട. നമ്മള് വഞ്ചി കൊടുത്ത് നമ്മൾ 3 കളിയിലോട്ട് അവർ കുറച്ചത്തെ എടുത്തിട്ടുണ്ട്. ബാക്കി അവസാന കലാശക്കൊട്ട് അവസാന കലാശക്കൊട്ടാണ് കണ്ടത്. This is a delicious dish of fresh mackerel that they just caught. They prepared it in a tomato sauce and ate it with rice, a truly admirable achievement. Thank you everyone for watching the whole video. See you in the next videos. If you like this video, please give me a like and subscribe.